ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ദേവുട്ടൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോയും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ ഒന്ന് ജോയിൻ ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നമ്മൾ എപ്പോഴും കേക്ക് വാങ്ങുന്ന ആ ചേച്ചീൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ കേക്ക് വാങ്ങിയിരിക്കുന്നത്. കേക്ക് നെസ്റ്റ് എന്നാണ് ആ ചേച്ചീൻ്റെ ഇൻസ്റ്റൻ്റെ നെയിം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി കേക്കുകൾ ആ ചേച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ്. അതുകൊണ്ടാണ് പിന്നെയും ആ ചേച്ചീൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എങ്ങനെയാണ് ചേച്ചിനോട് പറയുന്നത് അതേപോലെ ചേച്ചി ചെയ്തു തരും കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ സ്പൈഡർമാൻ്റെ തീമിലായിരുന്നു ചെയ്യാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ചേച്ചി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. റെഡ് വെൽവെറ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സ്പൈഡർമാനൊക്കെ ദേവുട്ടിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു സമയത്ത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാർട്ടൂണി ആയിരുന്നതുകൊണ്ട് നമ്മൾ കാർട്ടൂൻ്റെ തീമിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ മിക്കി മൗസിൻ്റെ തീമിലായിരുന്നു ചെയ്തിരുന്നത്. അന്ന് പിന്നെ അവന് പ്രത്യേകിച്ച് ഒന്നിനോട് ഇഷ്ടമല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാർട്ടൂൺ, ഈ പ്രാവശ്യം സ്പൈഡർമാൻ. അങ്ങനെ അവന് ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു തീമിലായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിരുന്നത്. ഡെക്കറേഷൻസും നമ്മൾ അതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ബലൂണ് വീർപ്പിക്കുന്ന ഈ ഒരു പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതവൻ തരുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഊതി തന്നെയായിരുന്നു കേട്ടോ വീർപ്പിച്ചത്. പിന്നെ നമ്മൾ അധികം ബലൂണ് നമ്മൾ ഈ പ്രാവശ്യം ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒത്തിരി ബലൂൺസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ വളരെ കുറച്ച് ബലൂൺസ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ ഹോളിൽ അധികം സ്ഥലമല്ല, ഫുള്ള് ആ ഒരു ആർച്ച് പോലെയൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. മുകളിൽ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ രാത്രിയിലാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അപ്പം അത്രയും ഒന്നും ബലൂൺസൊക്കെ വീർപ്പിച്ച് ഉള്ള ടൈം കളയാനും ഇല്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. ഡെക്കറേഷന് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഷോന്ന് ഞാൻ അതിന് മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയത് അവൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് സാധനം കിട്ടിയത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ നമ്മൾ തീമൊന്നും നോക്കിയില്ല, കാരണം തീം നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മൾ വാങ്ങുമായിരുന്നു. മീഷോന്ന് നമ്മൾ സ്പൈഡർമാൻ്റെ തീമിൽ തന്നെ ആയിരുന്നു കേട്ടോ വാങ്ങിയത്. അവന് ഇഷ്ടപ്പെട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മീഷോന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത്. ഈ ഒരു ഫോയിൽ പേപ്പറും ഈ ഒരു സിൽവർ കളർ ഫോയിൽ പേപ്പർ നമ്മൾ 2 എണ്ണം മീഷോന്ന് വാങ്ങിയതും അതേപോലെ തന്നെ 2 എണ്ണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതും കൂടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ ബാനറും അതൊക്കെ മീഷോത്തെയാണ്. പിന്നെ ഈ വലിയൊരു സ്പൈഡർമാനും അതൊക്കെ കണ്ടപ്പോൾ ദേവുട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള. അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ തന്നെ വേറെ പിക്കൊക്കെ വരുന്ന വേറെ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു. മീഷോന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി. പിന്നെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലല്ലോ. നമ്മൾ ആണെങ്കിലോ മീഷോയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് എവിടെ എത്തി എന്നുള്ള ലൊക്കേഷനും കാണിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ പുറത്ത് പോയപ്പോൾ വാങ്ങിയത്. പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കാനും പറ്റൂല. അങ്ങനെ നമ്മൾ മീഷോന്ന് വാങ്ങിയതാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. അവന് ഇഷ്ടപ്പെടുന്ന തീമിലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് പിന്നെ മീഷോന്ന് വാങ്ങിയതും കൂടെ നമ്മൾ തിരിച്ച് റിട്ടേൺ അയക്കാഞ്ഞത്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഈ സ്വിച്ച് ബോർഡ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ശ്രമിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് കവർ ചെയ്തു കേട്ടോ. അതാണ്ട് ഇതേപോലത്തെ ഈ ഒരു ബലൂൺ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിക്ക് നിന്നോട്ടെ എന്ന് വിചാരിച്ച് കാര്യമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. കാരണം കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവൻ ചോദിക്കുമല്ലോ, എൻ്റെ ബർത്ത്ഡേ എന്താ നിങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവന് കാണിച്ചു കൊടുക്കാമല്ലോ. ഈ 3 നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. നമ്മൾ 2 ദിവസം മുന്നേ ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ അല്ല, തലേന്നായിരുന്നു നമ്മൾ ഫോട്ടോ എടുത്തത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വീർപ്പിച്ച് കഴിയുമ്പോൾ അതിൽ എയർ കുറച്ച് നേരം നിൽക്കൂട്ടോ, പിന്നെ അതങ്ങ് പോകുകയെ. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്താ പറയുക ഊതി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബലൂൺസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ 2 സൈഡിലും കുറച്ച് ബലൂൺ വെച്ചു. പിന്നെ കേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ബലൂൺസൊക്കെ വെച്ചു. അങ്ങനെയായിരുന്നു നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെറിയ രീതിക്ക് എന്നാലും അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ സ്പൈഡർമാൻ്റെ തീമിലായതുകൊണ്ട് അവന് ഡ്രസ്സ് നമ്മൾ വേറെ ആയിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചേ. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തു. ഇത് അവൻ്റെ പിറന്നാളിന് ഇടിയിപ്പിച്ച ഡ്രസ്സായിരുന്നു കേട്ടോ. ആ ഒരു പിന്നെ ഡെക്കറേഷനും അവിടെയൊക്കെ മാച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്, സ്പൈഡർമാൻ തീമിൽ മാച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആ ഡ്രസ്സായിരുന്നു നമ്മൾ പിന്നെ ഇടിയിപ്പിച്ച് കൊടുത്തത്. അങ്ങനെ താണ്ടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ. ഈ സ്പൈഡർമാനെ കണ്ടപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ താണ്ടെ കേക്ക് കട്ട് ചെയ്തു. ആരും ഇല്ലാത്തതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു
കേട്ടോ. എന്നാലും സാരല്ല, ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെ നല്ല രീതിക്കൊക്കെ ബർത്ത്ഡേ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് വെൽവെറ്റ് ആയിരുന്നു, നല്ല അടിപൊളി കേക്കായിരുന്നു. ആൾ ഇപ്പോൾ കുറച്ച് കേക്കൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടോ. ആദ്യമൊന്നും ഒട്ടും തന്നെ കഴിക്കൂലായിരുന്നു. ഇപ്പം ഇഷ്ടമാട്ടോ കേക്കൊക്കെ കഴിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് കൊടുക്കാനും പേടിയാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കുന്ന കേക്കല്ല, അപ്പോൾ തണുപ്പായതുകൊണ്ട് കൊടുക്കാനും പേടിയാണ്. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണാണ്ട് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചെറിയ രീതിക്ക് നടത്തിയ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടിക്കോളും. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.